മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമായ പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ ഗംഭീര അപ്ഡേറ്റുകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരക്ടർ പോസ്റ്ററുകൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് ഇപ്പോൾ എമ്പുരാന്റെ പ്രൊമോഷൻ പരിപാടികൾ. ലൂസിഫർ നേടിയ വിജയം കൊണ്ട് തന്നെ എമ്പുരാന്റെ മേലും വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ നിൽക്കുന്ന അപ്ഡേറ്റുകളാണ് എമ്പുരാൻ ടീം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും. KGF വന്ന പോലെ കന്നഡ സിനിമയ്ക്കുണ്ടായ മാറ്റം എമ്പുരാൻ റിലീസിന് ശേഷം മലയാള ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുമെന്ന് ജെയ്സ് ജോയി പറയുന്ന വാക്കുകളും ഈ അടുത്തിടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിഗംഭീരമായ സിനിമയായിരിക്കും. മലയാള സിനിമ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സിനിമയായിരിക്കും എമ്പുരാൻ. KGF ഒക്കെ വന്നപ്പോൾ കന്നഡയിൽ ഉണ്ടായ മാറ്റം പോലെ മലയാള സിനിമ വേറെ ലെവലിലേക്ക് മാറ്റുന്ന പടമാകും. പൃഥ്വിരാജിന്റെ സംവിധാനം ഗംഭീരമാണ്. മുരളി ഗോപിയെ പോലൊരു തിരക്കഥാകൃത്ത് എഴുതിയത് പൃഥ്വിരാജിനെ പോലൊരു സംവിധാനം ദൃശ്യവത്കരിക്കുമ്പോൾ കിട്ടുന്ന ഇമ്പാക്ട് നിസാരമാകില്ല എന്ന് ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ജെയ്സ് ജോയി അഭിപ്രായപ്പെട്ടു. ലൂസിഫറിലും എമ്പുരാനിലും സേവ്യർ എന്ന കഥാപാത്രത്തെയാണ് ജെയ്സ് ജോയി അവതരിപ്പിക്കുന്നത്. മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിക്കൊപ്പമുള്ള കഥാപാത്രമാണ് സേവ്യർ. ചിത്രത്തിലെ 14ാമത്തെ കഥാപാത്രമായി എത്തുന്നത് നിഖത് ഖാൻ ഹെഗ്ഡെ ആണ്. സുഭദ്ര ബേൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇന്നേ ദിവസം ആദ്യം അവതരിപ്പിച്ച ക്യാരക്ടർ പോസ്റ്റർ ഇതായിരുന്നു. 2023 വമ്പൻ ഹിറ്റായ ബോളിവുഡ് ചിത്രം പഠാനിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത നടിയാണ് നിഖത് ഖാൻ. ബോളിവുഡ് സൂപ്പർ താരം അമീർ ഖാന്റെ സഹോദരിയാണ് നിഖത് ഖാൻ. ചിത്രത്തിൽ ഒരു രാജ കുടുംബാംഗമായാണ് താൻ അഭിനയിക്കുന്നത്. രാജകീയ സ്ഥാനത്ത് ആണെങ്കിലും മാനുഷികമായ മൂല്യങ്ങൾ ഉള്ള ഒരാളാണ് ബെൻ. അവർ പ്രശ്നങ്ങളിൽ പെടുന്ന ഒരു കൂട്ടം മനുഷ്യരെ സംരക്ഷിക്കുന്നുമുണ്ട്. അവർക്ക് പ്രതിസന്ധികളും ചതികളും നേരിടേണ്ടി വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്റെ കഥാപാത്രം നൽകുന്നുണ്ട്. നിഖത് ഖാൻ ഹെഗ്ഡെ തന്റെ എമ്പുരാനിലെ റോളിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഗുജറാത്തിൽ ഒരു ഷെഡ്യൂളിൽ മോഹൻലാൽ ഒരു ഗംഭീര കൊട്ടാരം സെറ്റിട്ടതിൽ അഭിനയിച്ചു എന്ന് നമ്മൾ അറിയുകയുണ്ടായി. ഖുറേഷി എബ്രഹാമിന്റെ വസതി എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നതെങ്കിലും ഇതുമായി കണക്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളായിരിക്കും ഇവരൊക്കെ എന്ന് പറയാൻ കഴിയും. കൂടാതെ ഇന്നേ ദിവസം 2ാമത്തെ കഥാപാത്രത്തെയും കൂടി അവതരിപ്പിച്ചു, കബൂഗ. നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന ഒരു കഥാപാത്രവും ഇത് തന്നെയാണ്. എമ്പുരാനിൽ മോസ്റ്റ് വാണ്ടഡ് വില്ലൻ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കബൂഗയാണ്. ലൂസിഫറിന്റെ അവസാനം ശക്തി കപൂർ ഫോണിലൂടെ പൃഥ്വിരാജിനോടും മോഹൻലാലിനോടും ചോദിക്കുന്ന കുറെ വില്ലന്മാരുടെ പേരുകളുണ്ട്. അതിൽ തന്നെയുണ്ട് കബൂഗയെ കുറിച്ച് പറയുന്നത്. ആ കബൂഗ ഇത്തവണ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എമ്പുരാനിൽ ഖുറേഷി എന്ന കഥാപാത്രത്തിന്റെ വില്ലനായിട്ടായിരിക്കും എന്നതിൽ സംശയമൊന്നും വെക്കേണ്ട. ഇനി ഇതിൽ കൂടുതൽ വല്ല വില്ലന്മാർ വരുന്നുണ്ടോ എന്നതും ഈ ഡ്രാഗൺ സിമ്പിളുള്ള ആൾ ആരായിരിക്കും എന്നതും ഒക്കെ ചോദ്യമായി നിൽക്കുമ്പോഴും എറിക് അബോനെ അവതരിപ്പിക്കുന്ന കബൂഗ എന്ന കഥാപാത്രത്തെ ഇന്ന് പരിചയപ്പെടുത്തി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഐ ആം ദ ബാഡ് ഗൈ എന്നത്. വില്ലൻ ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്നത്, അതും മോസ്റ്റ് വാണ്ടഡ് വില്ലൻ. അതേ കാറ്റഗറിയിൽ വരുന്ന ആൾ തന്നെയാണ് ഖുറേഷി എബ്രഹാമും. ലൂസിഫറിന്റെ അവസാനം ആ ഒരു പേര് കേട്ട് ഞെട്ടുന്നതും ഇതുമായൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. എമ്പുരാനിൽ എന്തായാലും കബൂഗ ഗാംഗിലെ ഈ കബൂഗ തന്നെയായിരിക്കും വില്ലനായി എത്താൻ സാധ്യത എന്നാണ് പലരുടെയും അനുമാനം. കാരണം ലൂസിഫർ എന്ന ചിത്രത്തിൽ എങ്ങനെയാണോ ബോബി വന്നത് അതുപോലെ തന്നെ എമ്പുരാനിൽ കബൂഗയായിരിക്കും വരാൻ സാധ്യത. എന്നാൽ 3ാം പാർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന അവിടെയായിരിക്കും ആ ഡ്രാഗൺ സിംബലുള്ള ആ മോസ്റ്റ് വാണ്ടഡ് വില്ലൻ എത്താൻ പോകുന്നത് എന്നതൊക്കെയാണ് ഇപ്പോൾ ഈ കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്നത്.